കൊല്ലം കുണ്ടറയിൽ എഎസ്ഐയെ ആക്രമിച്ച് ഒളിവിൽ പോയ പ്രതി പിടിയിലായി. സ്ഥിരം കുറ്റവാളിയായ ജോമോനാണ് പിടിയിലായത്. കിഴക്കേ കല്ലട പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ ചവറ സ്വദേശി ബിജുവിനാണ് മർദ്ദനമേറ്റത്. പ്രതിക്കെതിരെ ലഭിച്ച പരാതി അന്വേഷിക്കാൻ എത്തിയപ്പോഴാണ് ജോമോൻ എസ്ഐയെ ആക്രമിച്ചത്. തൃശൂർ കൊളങ്ങാട്ടുകരയിൽ ട്രാൻസ്ഫോമറിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റ് മയിൽ ചത്തു. പറക്കുന്നതിനിടെ ട്രാൻസ്ഫോമറിൽ തട്ടി വൈദ്യുതാഘാതമേൽക്കുകയായിരുന്നു. ഉച്ചയോടെയായിരുന്നു സംഭവം. തിരുവനന്തപുരം വിതുരയിൽ ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച യുവാവ് മരിച്ചു. തൊളിക്കോട് സ്വദേശി ആക്വബ് ആണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന സുഹൃത്തിനെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇരുതലമൂല ആര്യനാട് റോഡിൽ വിനോബാനി കേതന് സമീപമായിരുന്നു അപകടം. അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. അതിരപ്പിള്ളിയിൽ റോഡിൽ ഷൂട്ടിംഗ് വാൻ നിയന്ത്രണം വിട്ടുമറിഞ്ഞു. വൈകിട്ടോടെയായിരുന്നു അപകടം. പണി 2 എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സാധനങ്ങളുമായി അതിരപ്പിള്ളി ഭാഗത്ത് നിന്ന് ചാലക്കുടി ഭാഗത്തേക്ക് പോയ വാനാണ് പെട്രോൾ പമ്പിന് സമീപം മറിഞ്ഞത്. പരിക്കേറ്റ ഡ്രൈവർ ഹരിപ്പാട് സ്വദേശി വിഷ്ണുവിനെ മറ്റൊരു ഷൂട്ടിംഗ് വാഹനത്തിൽ ചാലക്കുടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നാട്ടുകാർ ചേർന്നാണ് മറിഞ്ഞ വാഹനത്തിൽ നിന്ന് വിഷ്ണുവിനെ പുറത്തെടുത്തത്. അതിരപ്പിള്ളി പോലീസ് സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി.